ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ വളരെ സജീവമായിക്കൊണ്ടാണ് ഇപ്പോൾ ഇടപെടുന്നത്. 4 താരങ്ങൾ ക്ലബ്ബ് വിട്ടുകഴിഞ്ഞു. 2 ഡൊമസ്റ്റിക് സൈനിങ്ങുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ അടുത്ത സീസണിലേക്കാണ് ആ താരങ്ങൾ എത്തുക. ആദ്യത്തെ താരം ചെന്നൈയിൻ എഫ്.സിയുടെ പ്രതിരോധ നിര താരമായ ബികാഷ് യുമ്നമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. രണ്ടാമത്തെ താരം ആരാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ISL വിന്നറാണ് എന്ന സൂചനയാണ് മാർക്കസ് മെർഗുലാവ് നൽകിയിട്ടുള്ളത്. പക്ഷേ അമേയ് റണവാഡയാണ് എന്ന റൂമറുകൾ ഇപ്പോൾ വളരെയധികം സജീവമാണ്. എന്നാൽ അക്കാര്യത്തിൽ കൺഫർമേഷനുകൾ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയ ഈ 2 താരങ്ങളും അടുത്ത സീസണിലേക്കാണ് വരിക. ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ഈ സീസണിലേക്ക് താരങ്ങളെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല. അത് ആരാധകരെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മാർക്കസ് മെർഗുലാവോയുടെ ഒരു ആരാധകൻ ഇതേക്കുറിച്ചൊരു ചോദ്യം ചോദിക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ ജനുവരിയിൽ ഈ സീസണിലേക്ക് വേണ്ടി സൈനിങ്ങുകൾ ഒന്നും ഉണ്ടാവില്ല, അത് ശരിയല്ലേ എന്നായിരുന്നു ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെ ചോദ്യം. എന്നാൽ അത് തെറ്റാണ് എന്നാണ് മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലേക്ക് തന്നെ ഈ ജനുവരിയിൽ ഒരു താരത്തെ സൈൻ ചെയ്യും, ഒന്നോ അതിലധികമോ താരത്തെ സൈൻ ചെയ്യും എന്ന സൂചനയാണ് മാർക്കസ് മെർഗുലാവോ നൽകിയിട്ടുള്ളത്. അതായത് ആശങ്ക വേണ്ട, ഈ സീസണിലേക്ക് പുതിയ താരങ്ങൾ എത്തും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു ഫോറിൻ ബേസ്ഡ് ഇന്ത്യൻ പ്ലെയർ ട്രയൽ നടത്തുന്നു എന്ന റിപ്പോർട്ട് ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു. വിവാൻ എന്ന 21-കാരനായ സെന്റർ ബാക്ക് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ ട്രയൽ നടത്തുന്നത്. അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതായാലും ഈ സീസണിലേക്ക് ഇനി ഏത് താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരിക എന്നതാണ് ആരാധകർക്ക് അറിയേണ്ടത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.